അസ്സലാമു അലൈക്കും. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടമാണ്. കടമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സമാധാനം മൊത്തം പോകും, അല്ലേ? കടം കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിക്കാറുണ്ട്. അതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ശക്തമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. മലയോളം കടമുള്ളവർ കടം വീടാൻ സഹായിക്കുന്ന പ്രാർത്ഥനയാണിത്. കടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിലെ സമാധാനം തന്നെ എടുത്തു കളയുന്നതാണ് ഈ കടം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഉഹുദ് മലയോളം കടമുണ്ടെങ്കിൽ പോലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ കടം വീടുന്നതാണ്. പ്രവാചകൻ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ കടം വീടുന്നതാണ്. ആ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ അറാമിക വഅനിനി ബിഫളിക അമ്മൻ സിവാക്ക്. ഇതാണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, അള്ളാഹുവെ, ഹലാലായത് എനിക്ക് മതിയാക്കണമേ, നിൻ്റെ ഔദാര്യം കൊണ്ട് മറ്റാരെയും ആശ്രയിക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അർത്ഥം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. എന്നാലേ അതിൻ്റെ ഫലം നമുക്കുണ്ടാവുകയുള്ളൂ. നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യം നമ്മൾ റബ്ബിനോട് പറയുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ പറയേണ്ടത്. എന്നാലേ നമ്മുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കത്തുള്ളൂ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പതിവായി പ്രാർത്ഥിക്കുക. അതിൻ്റെ റിസൾട്ട് ഉറപ്പായും കിട്ടും, ഇൻഷാ അല്ലാഹ്. ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. എല്ലാ നിസ്കാരത്തിന് ശേഷവും ചൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ കടമെല്ലാം റബ്ബ് മാറ്റിത്തരട്ടെ. പ്രാർത്ഥന ദിവസവും ചൊല്ലുക, ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. റബ്ബ് നമ്മുടെ കടമെല്ലാം തീർത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.